നെൽവയൽ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഭൂമി ഒഴിവാക്കാനുള്ള അപേക്ഷ തള്ളിയ ഡെപ്യൂട്ടി കളക്ടർക്ക് 10,000 രൂപ ഹൈക്കോടതി പിഴ വിധിച്ചു. കോട്ടയം ഡെപ്യൂട്ടി കളക്ടറായ എസ് ശ്രീജിത്തിനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പിഴ ചുമത്തിയത്. പാലക്കാട് ഡെപ്യൂട്ടി കളക്ടറായിരിക്കെ എടുത്ത നടപടിക്കെതിരെയാണ് ഈ വിധി വന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. പറയൂ വിഷ്ണു. തെക്കൻ പാലക്കാട് കണ്ണാടി സ്വദേശി നൽകിയ ഹർജിയിലാണ് നിലവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർണായകമായ ഇടപെടൽ. പാലക്കാട് ഡെപ്യൂട്ടി കളക്ടർ, ഇപ്പോൾ അദ്ദേഹം നിലവിൽ കോട്ടയം ഡെപ്യൂട്ടി കളക്ടറാണ്, ശ്രീജിത്ത് എന്നാണ് പേര്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ 10,000 രൂപ പിഴ ഈടാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഡേറ്റാ ബാങ്കിൽ, അതായത് ഭൂമി നെൽവയൽ ഡേറ്റാ ബാങ്കിൽ നീക്കണമെന്നാവശ്യപ്പെട്ട കണ്ണാടി സ്വദേശിയുടെ അപേക്ഷ ഒരു തരത്തിലുള്ള ന്യായവുമില്ലാതെ തള്ളിയിരുന്നു. പിന്നീട് കോടതി ഇടപെട്ട് ഈ ഉത്തരവ് ഉണ്ടായിരിക്കെ അത് പരിഗണിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ അത് കേട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് കണ്ണാടി സ്വദേശി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണിപ്പോൾ ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ്. 10,000 രൂപ പിഴ ഈ ഡെപ്യൂട്ടി കളക്ടർ ഹർജിക്കാരനായ പാലക്കാട് സ്വദേശിക്ക് നൽകണമെന്നാണ് നിർദ്ദേശം. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റേതാണ് നിർദ്ദേശം. ഒപ്പം ഹൈക്കോടതി ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ കാരണം കാണിക്കൽ നോട്ടീസിന് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി അത്ഭുതപ്പെടുത്തുന്നതാണെന്നും ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷിച്ചിട്ടുണ്ട്. SK. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.